മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടിയായി എത്തി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയായി മാറിയ നടിയാണ് വയനാട് സ്വദേശിയായ മോനിഷ. മലയാളത്തിലെ ജാനി പിന്നീട് തമിഴ് സീരിയലുകളിലും സജീവമായി. ഇപ്പോൾ സെക്കൻഡ് ലവ് എന്ന ഷോയിൽ മത്സരാർത്ഥിയാണ് മോനിഷ. ബത്തേരിക്കാരിയായ താരത്തിന്റെ വിവാഹം 2018-ലായിരുന്നു. എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. അർഷക് നാഥ് എന്നയാളെയാണ് മോനിഷ അന്ന് വിവാഹം കഴിച്ചത്. 8 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയാണ് താൻ വിവാഹമോചനം നേടിയതെന്ന് ഇപ്പോൾ തുറന്നു പറയുകയാണ് നടി. സെക്കൻഡ് ലവ് എന്ന ആ തമിഴ് ഷോയിൽ തന്നെയാണ് മുൻ ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂരതകളെല്ലാം നടി വെളിപ്പെടുത്തുന്നത്. തന്റെ സ്വർണം പോലും ഭർത്താവ് തിരികെ തരാൻ കൂട്ടാക്കിയില്ലെന്ന് മോനിഷ പറയുന്നു. ദാമ്പത്യത്തിൽ നിന്ന് പുറത്തു വരാൻ തനിക്ക് 8 വർഷമെടുത്തു. എന്റെ വിവാഹം കഴിഞ്ഞ് 1 മാസവും 14 ദിവസവും കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. അച്ഛൻ വളരെ ആരോഗ്യവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി അച്ഛൻ മരിച്ചു എന്ന് കോൾ വന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തതുപോലെയായി. ഞാൻ കുറെ നാൾ തനിച്ചിരുന്നു. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് ആരോടും അപ്പോൾ പറയാൻ കഴിയുമായിരുന്നില്ല. അമ്മയും ആ സമയത്ത് അച്ഛന്റെ വേർപാട് കാരണം ഉണ്ടായ മാനസിക വിഷമത്തിലായിരുന്നു. എന്റെ വിവാഹ സമയത്ത് 100 പവൻ സ്വർണം എനിക്ക് നൽകിയിരുന്നു. നാട്ടുനടപ്പ് അങ്ങനെയാണ്. 100ഉം 200ഉം പവൻ പെൺകുട്ടികൾക്ക് നൽകും. ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഞാനാണ് മീഡിയേഷനിൽ ഇരുന്ന് സംസാരിച്ച് അവർക്ക് പണം കൊടുത്ത് വിവാഹമോചനം വാങ്ങിയത്. ഡിവോഴ്സ് തരാം, പക്ഷേ സ്വർണമൊന്നും തരാൻ പറ്റില്ലെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അത് 100 പവനോളം സ്വർണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് ഞാൻ എങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് വരും? ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ 8 വർഷം നിയമ പോരാട്ടം നടത്തി അവസാന ദിവസം എല്ലാം അവസാനിപ്പിച്ച് ജഡ്ജിന് മുന്നിൽ നിന്ന് ഒപ്പിട്ടപ്പോഴാണ്. എന്താ മോളെ ഇത്ര സന്തോഷമെന്നാണ് എന്റെ ആഹ്ലാദ പ്രകടനം കണ്ട് ജഡ്ജി ചോദിച്ചത്. ഞങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ വഴക്കുകൾ നടക്കുമ്പോൾ അയാൾ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും അയാളെ വിട്ടു പോകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, അയാൾ ചെയ്ത ഏറ്റവും മോശമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലെയും ഞാൻ വസ്ത്രം മാറുന്നതിൻ്റെയും ഫോട്ടോസ് അടക്കം അയാൾ എടുത്തു വച്ചിരുന്നു. അയാളുടെ സുഹൃത്തുക്കൾ പോലും ആ ഫോട്ടോകൾ കണ്ടു. അയാൾ അതെല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഫോട്ടോ കണ്ടവരിൽ ഒരു സുഹൃത്ത് എന്നെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞു. എനിക്ക് വളരെയധികം വിഷമം തോന്നി. അതിനുശേഷം ആളുകളെ വിശ്വസിക്കാൻ തനിക്ക് കഴിയാതെയായി. ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയാറില്ല. കാരണം എനിക്ക് പേടിയാണ്. ഉറങ്ങുമ്പോഴും താൻ വളരെ അലർട്ടാണെന്ന് മോനിഷ പറയുന്നു. മഞ്ഞുരുകും കാലത്തിനു ശേഷം മലയാളത്തിൽ മലർവാടി എന്നൊരു സീരിയലിലും മോനിഷ അഭിനയിച്ചിരുന്നു. ശേഷമാണ് താരം തമിഴിലേക്ക് ചേക്കേറിയത്.